ചോദ്യം: ഈമാൻ എന്നതിൻ്റെ വിവക്ഷ എന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ദീനിൽപ്പെട്ടതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യലാണ് ഈമാൻ. ചോദ്യം: അനിഷേധ്യമായി അറിയപ്പെട്ടത് എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: ഇസ്ലാം ദീനിൻ്റെ ഭാഗമെന്നതിൽ മുസ്ലിം വിഭാഗങ്ങളിൽ ആർക്കും തർക്കമില്ലാത്തതും പണ്ഡിതന്മാർക്കെന്നതുപോലെ സാധാരണക്കാർക്കും അറിയുന്നതുമായ കാര്യങ്ങൾക്കാണ് അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യം: ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ശരിയായ അർത്ഥമെന്ത്? ഉത്തരം: സത്യമായും ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും അവനല്ലാതെ മറ്റാരുമില്ലെന്നുമുള്ള വിശ്വാസമാണ് കലിമത്ത് തൗഹീദ് അറിയിച്ചു തരുന്നത്. ചോദ്യം: ഇബാദത്ത് എന്നാലെന്ത്? ഉത്തരം: അങ്ങേയറ്റം താഴ്മയും വിനയവും കാണിക്കലാണ് ഇബാദത്ത്. ചോദ്യം: അള്ളാഹുവിനെക്കുറിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? ഉത്തരം: അള്ളാഹു മറ്റൊന്നിനോടും ഒരു വിധേനയും സാദൃശ്യമല്ലെന്നും പൂർണ്ണതയുടെ ഗുണങ്ങളെല്ലാം അവനുണ്ടെന്നും വിശ്വസിക്കലാണ് യഥാർത്ഥ വിശ്വാസം. ചോദ്യം: അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ ഖുദ്റത്ത്, ഇറാദത്ത് എന്നിങ്ങനെയുള്ള ഗുണങ്ങളും കൗനൂഹു ഖാദിറൻ, കൗനൂഹു മുരീദൻ എന്നിങ്ങനെയുള്ള ഗുണങ്ങളും എന്തിനാണ് പറയുന്നത്? ഉത്തരം: ഖുദ്റത്ത്, ഇറാദത്ത് എന്നിങ്ങനെയുള്ള 7 ഗുണങ്ങളെ മുഅ്തസിലത്ത് നിഷേധിച്ചതുകൊണ്ടും അവ വിശ്വസിക്കൽ അനിവാര്യമാണെന്നും വ്യക്തമാക്കാൻ വേണ്ടി. ചോദ്യം: ദീനുൽ ഇസ്ലാമിൽ ഉസൂൽ, ഫുറൂഅ് എന്നിങ്ങനെ 2 എണ്ണമുണ്ടല്ലോ. അവ വേർതിരിക്കാനുള്ള മാനദണ്ഡമെന്ത്? ഉത്തരം: വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നസ്സ്, മുജ്തഹിദുകളുടെ ഏകോപനം എന്നീ 3 ഖണ്ഡിത പ്രമാണങ്ങൾ മുഖേന തെളിഞ്ഞതെല്ലാം ദീനിൻ്റെ ഉസൂൽ ആണ്. പ്രസ്തുത പ്രമാണങ്ങൾ മുഖേന തെളിഞ്ഞതും എന്നാൽ മറ്റു തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുമായ കർമ്മപരമായ കാര്യങ്ങൾക്ക് ദീനിൻ്റെ ഫുറൂഅ് എന്നും പറയും. ചോദ്യം: തൗഹീദിൻ്റെ നിർവചനമെന്ത്? ഉത്തരം: അള്ളാഹു തൻ്റെ സാത്തിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലുമെല്ലാം ഏകനാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദിൻ്റെ നിർവചനം. ചോദ്യം: ഷിർക്ക് എന്നാലെന്ത്? ഉത്തരം: തൗഹീദിൻ്റെ വിപരീതമാണ് ഷിർക്ക്. അള്ളാഹുവിന് കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. ചോദ്യം: ഒരു മനുഷ്യനിൽ എത്ര രീതിയിൽ ഷിർക്ക് വരും? ഉത്തരം: 2 രീതിയിൽ മാത്രം. ഒന്ന്, അള്ളാഹുവിനെ പോലെയുള്ളവനാവൽ, അനിവാര്യമായ വേറെയും ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കുക. 2, അള്ളാഹുവിന് പുറമെ ആരാധന ചെയ്യപ്പെടാൻ അർഹരായി വേറെയും ദൈവങ്ങളിൽ വിശ്വസിക്കുക. ചോദ്യം: കുഫ്ർ എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: ഈമാനിൻ്റെ വിപരീതമാണ് കുഫ്ർ. വിശ്വസിക്കൽ നിർബന്ധമായ അനിഷേധ്യ സത്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അംഗീകരിക്കാതിരിക്കലാണ് കുഫ്ർ. ചോദ്യം: ഷിർക്കും കുഫറും തമ്മിലുള്ള അന്തരം? ഉത്തരം: അള്ളാഹുവിന് കൂറുകാരനെ സ്ഥാപിക്കലാണ് ഷിർക്ക്. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കലാണ് കുഫർ. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. ചോദ്യം: അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇസ്മുൽ അഅ്ളം ഏതാണ്? ഉത്തരം: പല അഭിപ്രായങ്ങളുമുണ്ട്. അള്ളാഹു എന്ന നാമമാണെന്നാണ് പ്രബലം. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? ഉത്തരം: അള്ളാഹു ഏൽപ്പിച്ച ജോലികളുണ്ട്. വഹി എത്തിക്കൽ മാത്രമല്ലല്ലോ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി. എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്റിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ചോദ്യം: മുഅ്മിനീങ്ങൾ മരിക്കുന്ന വേളയിൽ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഉത്തരം: അതെ. മുഅ്മിൻ വലിയ അശുദ്ധിക്കാരനല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഹാജരാകും. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ എത്ര തവണ കണ്ടു? ഉത്തരം: 2 തവണ.